ഹായ് ഹലോ. അങ്ങനെ തേർഡ് ഡേ ആണ് കേട്ടോ. എന്നാൽ ഡിസംബർ 17 വെളുപ്പിന് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ലേബർ റൂമിൽ ചെക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെയിൻ വരാൻ ചാൻസ് ഉണ്ടെന്ന്. പിന്നെ 8 മണിയാകുമ്പോൾ വീണ്ടും മെയിൻ ഡോക്ടർ വരുമ്പോൾ ഒന്ന് ചെക്കപ്പിന് വീണ്ടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം റിട്ടേൺ വന്ന് കൂലിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് ചെറിയ രീതിക്ക് പെയിൻ വന്ന് തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇന്നലെ തന്നെ അതിൻ്റെ അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കത് ഇതിൻ്റെ ആണെന്ന് അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ പോയിട്ടിരുന്നു. അങ്ങനെ പെട്ടെന്ന് പെയിൻ വന്ന വേഗം കയറാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ പെയിൻ ഇങ്ങനെ ചെറുതായി വന്നു തുടങ്ങിയപ്പോൾ സിസ്റ്ററിനോട് ഇൻഫോം ചെയ്യാൻ അമ്മയും അവനും കൂടിയിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ വെയിറ്റ് ചെയ്യാൻ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുകയായിരുന്നു. പേടി കാരണം എനിക്ക് നല്ല പേടിയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അത് അസഹനീയമായി, നല്ല വേദനയായപ്പോൾ സിസ്റ്ററിനോട് അവർ ഇൻഫോം ചെയ്തു. അങ്ങനെ ഞാൻ ലാബ് റൂമിലേക്ക് പോകാനിട്ടാ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം തന്നെ ഡെലിവറി നടക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ. അതിൻ്റെ റീസൺ വേറെ ഒന്നല്ല, ഇന്ന് കണ്ണൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ ഉണ്ണി വരിക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ. എല്ലാ ബർത്ത്ഡേക്കും ഞാൻ സർപ്രൈസായിട്ട് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാനൊന്നും കരുതിയിട്ടില്ല കേട്ടോ. കാരണം ഇന്നത്തെ ദിവസം തന്നെ ഡെലിവറി നടക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയായി, ഡബിൾ ഹാപ്പി ആയി എന്ന് തന്നെ ഞാൻ പറയാം കേട്ടോ. അങ്ങനെ അവരൊക്കെ ഉണ്ണിനെ വെയിറ്റ് ചെയ്ത് നല്ല എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബേബി വന്നിട്ടുണ്ട്. ബേബി ബോയാണ് കേട്ടോ. അങ്ങനെ അവനൊരച്ഛനും ഞാനൊരു അമ്മയായിട്ടാണ്. എന്താ പറയുക, വളരെ സന്തോഷമുള്ളൊരു മൊമെൻ്റ് തന്നെയാണ് കേട്ടോ അത്. ഏതൊരു അച്ഛനും അമ്മയ്ക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അതുപോലെ ഡെലിവറി ടൈമിൽ എൻ്റെ അമ്മ എൻ്റെ കൂടെ ലാബ് റൂമിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഡെലിവറി ടൈമിലെന്ന് പറയുമ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ കയറിയിട്ട് 12:30 ആകുമ്പോൾ അമ്മ റിട്ടേൺ ഇറങ്ങി. കാരണം ഡെലിവറി എടുക്കുന്ന സമയത്ത് പിന്നെ അമ്മേനെ അവിടെ നിർത്താൻ പറ്റാറുന്നില്ല. അപ്പോൾ അത് കാരണം അമ്മ ഇറങ്ങി. അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് ഞാൻ ലാബ് റൂമിൽ നിന്ന് വരികയാണ് കേട്ടോ. ഇത് എനിക്ക് കുറച്ച് ബ്ലീഡിങ്ങും പിന്നെ ഡെലിവറി ടൈമിൽ പ്രഷറൊക്കെ കൂടിയിരുന്നത് കാരണം കൊണ്ട് കുറച്ച് നേരം ഒബ്സർവേഷനിൽ അവിടെ കിടത്തിയിരുന്നു. അപ്പോൾ വൈകിട്ടാണ് ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതുപോലെ അവിടുത്തെ സ്റ്റാഫായാലും ഡോക്ടേഴ്സായാലും ഭയങ്കര സപ്പോർട്ടായിരുന്നു, നല്ല കെയർ ആയിരുന്നു കേട്ടോ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടത്. ഉണ്ണിക്ക് ചെറിയൊരു മഞ്ഞ നിറം ഉണ്ടായിരുന്ന കാരണം കൊണ്ട് ഉണ്ണീനെ ഒരു ദിവസം NICയിലൊക്കെ കിടത്തിയിട്ടാണ്. അവിടെ അകത്തിരുന്ന് ചുമ്മാ ബോറടിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടത്. ചുമ്മാ വെറുതെ അവിടെ ഇങ്ങനെ വരാന്തയിൽ കൂടെ ഇങ്ങനെ ചുമ്മാ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ NICയിൽ നിന്ന് നമ്മുടെ ചെക്കൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയ കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ രാത്രി ഉറങ്ങാതെ കിടക്കുകയാണ് കേട്ടോ. അവിടെയുള്ള എല്ലാവരെയും ഡിസ്റ്റർബ് ചെയ്തിട്ട് കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ നമുക്ക് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ പോവുകയാണ്. ഏകദേശം ഒരു 1 വീക്കൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ നിൽക്കണു. അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. എല്ലാം വളരെ പെട്ടെന്നായ പോലെയൊക്കെ തോന്നുക. അങ്ങനെ ബില്ലൊക്കെ അടച്ചു കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് വണ്ടി വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡെലിവറി വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ്.